ഹലോ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ റിലേറ്റീവ് പ്രൊനൗൺസായ ഹൂവിനെ കുറിച്ചും ഹൂമിനെ കുറിച്ചുമാണ് പഠിക്കാൻ പോകുന്നത്. ഹൂ സബ്ജക്റ്റിൻ്റെ പകരമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ സബ്ജക്റ്റിൻ്റെ റിപ്പീറ്റേഷനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹൂ യൂസ് ചെയ്യുന്നു. ഹൂം ഒബ്ജക്റ്റിന് പകരമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ ഒബ്ജക്റ്റിൻ്റെ റിപ്പീറ്റേഷനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഹൂം യൂസ് ചെയ്യുന്നത്. അതുപോലെ ഇത് രണ്ടും വ്യക്തികൾ സബ്ജക്റ്റായിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ വ്യക്തികൾ ഒബ്ജക്റ്റായിട്ട് വരുമ്പോഴാണ് നമ്മൾ ഹൂമും യൂസ് ചെയ്യുന്നത്. വ്യക്തികൾക്ക് പകരമാണ് നമ്മൾ ഹൂമും യൂസ് ചെയ്യുന്നത്. ഈ സെൻറ്റൻസുകളിലൊക്കെ ദ വുമൺ ഈസ് എ ടീച്ചർ. ആ സ്ത്രീ ഒരു അധ്യാപികയാണ്. ഷീ ലീവ്സ് നെക്സ്റ്റ് ഡോർ. അവർ അടുത്ത വീട്ടിൽ താമസിക്കുന്നു. ഇവിടെ രണ്ട് സെൻറ്റൻസുകളാണ് തന്നിരിക്കുന്നത്. ഈ രണ്ട് സെൻറ്റൻസിലെ സബ്ജക്റ്റ് സെയിം ആണ്. ഓക്കെ, ദ വുമൺ ഈസ് എ ടീച്ചർ. ആ സ്ത്രീ ഒരു ടീച്ചറാണെന്നാണ് പറയുന്നത്. അവർ അടുത്ത വീട്ടിൽ താമസിക്കുന്നു. ഇവിടെ അവരെന്ന് ഉദ്ദേശിക്കുന്നത് ഈ സ്ത്രീനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഈ രണ്ട് സെൻറ്റൻസിലെ സബ്ജക്റ്റ് സെയിം ആണ്. സബ്ജക്റ്റ് രണ്ടും ഒരു വ്യക്തി, ഒരു പേഴ്സൺ ആയതുകൊണ്ട്, സ്ത്രീ എന്ന് പറയുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന റിലേറ്റീവ് പ്രോണൗൺ ഹൂ ആണ്. അതേപോലെ ഈ ഒരു നൗൺ, ഈ നൗൺ സബ്ജക്റ്റായി വന്നിരിക്കുന്ന ഈ ഒരു സെൻറ്റൻസ് നമ്മുടെ മെയിൻ ക്ലോസ് ആണ്. അതേപോലെ സബ്ജക്റ്റീവ് പ്രോണൗൺ ആയിട്ട് വന്നിരിക്കുന്ന ഷീ വന്നിരിക്കുന്ന ഈ ഒരു സെൻറ്റൻസ് നമ്മുടെ റിലേറ്റീവ് ക്ലോസ് ആണ്. ഒരേ സബ്ജക്റ്റ് വരുന്ന ഈ രണ്ട് സെൻറ്റൻസിലും നമ്മൾ ഒറ്റ സെൻറ്റൻസ് ആക്കി മാറ്റാൻ പോവാണ്. ഓക്കെ, ദ വുമൺ ഈസ് എ ടീച്ചറാണ് നമ്മുടെ മെയിൻ ക്ലോസ്. ഷീ ലീവ്സ് നെക്സ്റ്റ് ഡോർ എന്നുള്ളതാണ് നമ്മുടെ റിലേറ്റീവ് ക്ലോസ്. നമ്മൾ ഈ മെയിൻ ക്ലോസിലെ സബ്ജക്റ്റ് ആദ്യം എടുത്ത് എഴുതുക, ദ വുമൺ. അതിനുശേഷം നമ്മൾ റിലേറ്റീവ് ക്ലോസിൽ ആ ഒരു സബ്ജക്റ്റിനെ മാറ്റി അവിടെ ഹൂ ചേർത്തതിന് ശേഷം നമ്മൾ ആ സെൻറ്റൻസ് അതേപോലെ എടുത്ത് എഴുതുക. നോക്കി, ഹൂ ലീവ്സ് നെക്സ്റ്റ് ഡോർ. അതിനുശേഷം നമ്മൾ മെയിൻ ക്ലോസിൻ്റെ ബാക്കി എഴുതുക. അതായത് ആദ്യം തന്നെ നമ്മുടെ സബ്ജക്റ്റ് നമ്മൾ എഴുതുക, മെയിൻ ക്ലോസിലെ സബ്ജക്റ്റ് എഴുതുക. അതിനുശേഷം റിലേറ്റീവ് പ്രോണൗൺ മാറ്റിയതിന് ശേഷം നമ്മൾ ആ സെൻറ്റൻസ് എടുത്ത് എഴുതുക. അതിനുശേഷം നമ്മൾ ആ ബ്രേക്ക് ചെയ്ത മെയിൻ ക്ലോസിലെ ബാക്കി സെൻറ്റൻസ് എഴുതുക. നമ്മൾ ആദ്യ സെൻറ്റൻസ് ദ വുമൺ ഈസ് എ ടീച്ചർ, ഷീ ലീവ്സ് നെക്സ്റ്റ് ഡോർ എന്ന് പറയുമ്പോൾ ആ സ്ത്രീ ഒരു അധ്യാപികയാണ്. അവർ അടുത്ത വീട്ടിൽ താമസിക്കുന്നു. ഇവിടെ റിലേറ്റീവ് പ്രോണൗൺ യൂസ് ചെയ്ത് ഒറ്റ സെൻറ്റൻസ് ആക്കി കഴിഞ്ഞപ്പോൾ അതിൻ്റെ മീനിങ് അടുത്ത വീട്ടിൽ താമസിക്കുന്ന ആ സ്ത്രീ ഒരു അധ്യാപികയാണ് എന്നായി. ഇവിടെ മീനിങ്ങിൽ വ്യത്യാസമൊന്നും വന്നിട്ടില്ല, എന്നാൽ സ്ട്രക്ചറിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. അതായത് ആദ്യം രണ്ട് സെൻറ്റൻസ് ആയിരുന്നു, അത് നമ്മൾ ഹൂ എന്ന് പറഞ്ഞിരിക്കുന്ന റിലേറ്റീവ് പ്രോണൗൺ യൂസ് ചെയ്ത് നമ്മളിവിടെ ഒറ്റ സെൻറ്റൻസ് ആക്കി മാറ്റിയിരിക്കുകയാണ്. ഈ സെൻറ്റൻസുകളൊക്കെ ദ സ്റ്റുഡൻറ്റ് വാസ് വെരി കൈൻഡ്. ആ വിദ്യാർത്ഥി ദയയുള്ളവനായിരുന്നു. ഹീ ലീവ്ഡ് ദ വില്ലേജ്. അവൻ വില്ലേജിലായിരുന്നു ജീവിച്ചത്. ഇവിടെ ഈ രണ്ട് സെൻറ്റൻസിലെ സബ്ജക്റ്റ് ഒന്നാണ്. സ്റ്റുഡൻറ്റിനെ കുറിച്ചാണ് രണ്ട് സെൻറ്റൻസിൽ പറയുന്നത്. ആദ്യത്തെ സെൻറ്റൻസിൽ സ്റ്റുഡൻറ്റ് കൈൻഡ് ആയിരുന്നു എന്നാണ് പറയുന്നത്. രണ്ടാമത്തേൽ അവൻ, ഈ സ്റ്റുഡൻറ്റിനെ തന്നെ വീണ്ടും പറയുകയാണ്, അവൻ ജീവിച്ചത് വില്ലേജിലായിരുന്നു. രണ്ട് സെൻറ്റൻസിലെ സബ്ജക്റ്റ് ഒരാളാണ്. വ്യക്തി ആയതുകൊണ്ട് നമ്മളവിടെ ഹൂ എന്ന് പറയുന്ന റിലേറ്റീവ് പ്രോണൗണാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ നൗൺ വന്നിരിക്കുന്ന ഒരു സെൻറ്റൻസ് ഒക്കെ ഇതാണ് നമ്മുടെ ആ ഒരു മെയിൻ ക്ലോസ് എന്ന് പറയുന്നത്. സബ്ജക്റ്റീവ് പ്രോണൗൺ വന്നിരിക്കുന്ന ഈ ഒരു സെൻറ്റൻസാണ് നമ്മുടെ റിലേറ്റീവ് ക്ലോസ്. അപ്പോൾ ഈ രണ്ട് സെൻറ്റൻസിൽ നമ്മൾ ഒറ്റ സെൻറ്റൻസാക്കി മാറ്റാൻ പോവാണ്. നോക്കിയേ, നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ മെയിൻ ക്ലോസിലെ ആ ഒരു സബ്ജക്റ്റ് നമ്മൾ ആദ്യം എടുത്ത് എഴുതണം, ദ സ്റ്റുഡൻറ്റ്. അതിനുശേഷം നമ്മൾ നമ്മുടെ റിലേറ്റീവ് ക്ലോസ് ആദ്യം റിലേറ്റീവ് ക്ലോസിൽ ആ സെൻറ്റൻസിലെ സബ്ജക്റ്റ് മാറ്റുക. അത് നമ്മൾ മാറ്റി അവിടെ ഹൂ ചേർക്കണം. അതിനുശേഷം ആ സെൻറ്റൻസ് അതേപോലെ എടുത്ത് എഴുതുക. അതിനുശേഷം നമ്മൾ ആദ്യം ബ്രേക്ക് ചെയ്തിട്ടുള്ള മെയിൻ ക്ലോസിൻ്റെ ബാക്കി ഭാഗം ആഡ് ചെയ്യുക. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞത് ദ സ്റ്റുഡൻറ്റ് വാസ് വെരി കൈൻഡ്. ആ സ്റ്റുഡൻറ്റ് ദയുള്ളവനായിരുന്നു. അവൻ ജീവിച്ചത് വില്ലേജിലായിരുന്നു എന്നാണ് പറയുന്നത്, വില്ലേജിൽ ജീവിച്ചു എന്നാണ് പറയുന്നത്. ഇങ്ങനെ മാറ്റിയപ്പോൾ ഇതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വില്ലേജിൽ താമസിച്ച ആ സ്റ്റുഡൻറ്റ് ദയുള്ളവനായിരുന്നു എന്നാണ് പറയുന്നത്. മീനിങ്ങിൽ വ്യത്യാസം വന്നിട്ടില്ല. എന്നാൽ ആദ്യത്തിൽ രണ്ട് സെൻറ്റൻസ് ആയിരുന്നു, രണ്ടാമത് വരുമ്പോൾ അത് ഒറ്റ സെൻറ്റൻസ് ആക്കി മാറ്റി. അതേപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സബ്ജക്റ്റുകൾ ഒരു
കോമൺ ആയിട്ടുള്ള നൗൺ ആണെങ്കിൽ നമുക്ക് അവിടെ ഹൂവും ചേർക്കാം, അതിന് പകരം ദാറ്റും ചേർക്കാം. ഓക്കെ, ദ സ്റ്റുഡൻറ് ദാറ്റ് ലീവ്ഡ് ഇൻ ദ വില്ലേജ് വാസ് വെരി കൈൻഡ് എന്ന് പറഞ്ഞാൽ സെയിം തന്നെയാണ്. നമുക്കിവിടെ ഹൂ യൂസ് ചെയ്യാം, ദാറ്റും യൂസ് ചെയ്യാം, ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. എന്നാൽ നമ്മുടെ ആ ഒരു ഉപയോഗിക്കുന്ന സബ്ജക്റ്റ്, ആ ഒരു നൗൺ കോമൺ നൗൺ ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ഹൂവും ദാറ്റ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു പ്രോപ്പർ നൗൺ ആണെങ്കിൽ നമുക്ക് അവിടെ ഹൂ മാത്രമാണ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ മൂന്നാമത്തെ സെൻറ്റൻസ് ഒക്കെ, രാഹുൽ ഈസ് എ ക്രിക്കറ്റ് പ്ലെയർ. രാഹുൽ ഒരു ക്രിക്കറ്റ് പ്ലെയറാണ്. ഹീ ഈസ് മൈ ബ്രദർ, അവൻ്റെ ബ്രദറാണ്. ഇവിടെ 2 സെൻറ്റൻസാണ് പറഞ്ഞിരിക്കുന്നത്. ഈ 2 സെൻറ്റൻസിലെ സബ്ജക്റ്റ് സെയിം ആണ്. നോക്കിയേ, രാഹുൽ ഒരു ക്രിക്കറ്റ് പ്ലെയർ ആണെന്നാണ് പറയുന്നത്, അവൻ എൻ്റെ ബ്രദറാണെന്നാണ് പറയുന്നത്. ഇവിടെ അവൻ എന്ന് പറഞ്ഞ രാഹുലിനെ തന്നെയാണ്. ഈ 2 സെൻറ്റൻസിലെ സബ്ജക്റ്റ് ഒന്നായതുകൊണ്ട് നമുക്ക് ഈ സെൻറ്റൻസിനെ ഒന്നാക്കി മാറ്റാം. നമുക്ക് ഈ സബ്ജക്റ്റ് പ്രോണൗൺ ആയിട്ടുള്ള ഹീ മാറ്റി നമുക്ക് അവിടെ ഹൂ ചേർക്കാം. ഹൂ ചേർക്കണമെങ്കിൽ നമ്മളൊരു റൂള് പഠിച്ചിരുന്നു. ഹൂവിന് ശേഷം വരുന്നത് ഒരു വെർബായിരിക്കണം. ഇവിടെ വെർബാണ് വന്നിരിക്കുന്നത്. ഹൂവിന് മുമ്പ് വരേണ്ടത് ഒരു നൗൺ ആയിരിക്കണം. ഇവിടെ നൗണാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു സെൻറ്റൻസിന് ഇങ്ങനെ പറയാം, രാഹുൽ ഈസ് എ ക്രിക്കറ്റ് പ്ലെയർ ഹൂ ഈസ് മൈ ബ്രദർ. അങ്ങനെ പറയാം. രണ്ടാമത്തെ രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയേണ്ടി വരും. നമ്മൾ നേരത്തെ പഠിച്ചല്ലോ, നൗൺ വരുന്ന ഒരു സെൻറ്റൻസ് മെയിൻ ക്ലോസ് ആയിരിക്കും. സബ്ജക്റ്റ് പ്രോണൗൺ വരുന്ന ആ ഒരു സെൻറ്റൻസ് റിലേറ്റീവ് ക്ലോസ് ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുക, ആ ഒരു മെയിൻ ക്ലോസിലെ സബ്ജക്റ്റ് എടുത്തതിന് ശേഷം റിലേറ്റീവ് ക്ലോസിലെ സബ്ജക്റ്റ് പ്രോണൗൺ മാറ്റി അവിടെ ഹൂ ആഡ് ചെയ്തതിന് ശേഷം ആ സെൻറ്റൻസ് എഴുതുക. അതിനുശേഷം മെയിൻ ക്ലോസിൻ്റെ ബാക്കി സെൻറ്റൻസ് എഴുതുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ആദ്യത്തെ സെൻറ്റൻസിൽ ഹൂ മാത്രം ചേർത്താണ് നമ്മൾ പറഞ്ഞത്. എന്നാൽ രണ്ടാമത്തെ സെൻറ്റൻസിൽ ഇവിടെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ കോമയുണ്ട്. എന്ന് പറഞ്ഞാൽ രാഹുലിന് ശേഷം കോമയുണ്ട്, റിലേറ്റീവ് പ്രോണൗണിന് ശേഷം കോമയുണ്ട്. എന്ന് വെച്ചാൽ രാഹുൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രോപ്പർ നൗണാണ്. പ്രോപ്പർ നൗണിന് ശേഷം നമ്മൾ കോമ ഇട്ട് വേണം എഴുതാനായിട്ട്. എന്നാൽ ഒരു കോമൺ നൗൺ ആണെങ്കിൽ നമുക്ക് കോമ ഉപയോഗിക്കേണ്ട കാര്യമില്ല. അതേപോലെ നമുക്കിവിടെ രാഹുൽ ദാറ്റ് ഈസ് മൈ ബ്രദർ ഹീസ് എ ക്രിക്കറ്റ് പ്ലെയർ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്തുവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോപ്പർ നൗണാണ് നമുക്കവിടെ വന്നിരിക്കുന്നത്. അതിന് ശേഷം നമുക്ക് ഹൂ മാത്രമാണ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, ദാറ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഒരു വ്യത്യാസം. ഇവിടെ ഹൂ ചേർത്ത് പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ബ്രദറായിട്ടുള്ള രാഹുൽ ഒരു ക്രിക്കറ്റ് പ്ലെയർ ആണെന്നാണ് പറയുന്നത്. ഇവിടെ മീനിങ്ങിലൊന്നും വ്യത്യാസമില്ല, എന്നാൽ സ്ട്രക്ചറിൽ വ്യത്യാസം വന്നിട്ടുണ്ട്.